എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ പാതിരാത്രിക്ക് യുവന്മാർ എന്നാ കാണിക്കാൻ പോവാണെന്ന് ഓർക്കുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ അഷ്ടമി ദർശനത്തിൽ പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. പിന്നെ നമുക്ക് പോണ വയ്ക്കാണ്. നമ്മളിവിടെ എത്തി ഗൈസ്. എന്നിട്ട് നോക്ക് നല്ല ഭംഗിയില്ലേ ഗൈസ്. ഇവിടെ വൈകിട്ടമ്പലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കയറാൻ പോകുന്നതേ ഉള്ളൂ. തിരക്കുണ്ടോന്ന് നമുക്കറിയില്ല. നോക്കാം ഗൈസ്. ഇവിടെ പോലീസുകാർ ഇരിപ്പുണ്ട്. നമ്മള് എത്തി ഗൈസ്. നോക്കൂ ഗൈസ്, എന്തൊരു ഭംഗിയാണ് ഗൈസ് ഇവിടെ. എനിക്ക് എന്തോ പോലെ ഇതൊരു അമ്പലമാണ്. ഇവിടെ നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഗൈസ്. കൊച്ചു കരയും. ഇത് അവിടെ എന്തൊക്കെയാ ഇത് കണ്ടോ? അതേ വൈക്കത്തഷ്ടമിയുടെ മെയിൻ പരിപാടികളാണ്. ഇത് കണ്ടില്ലേ ഓരോന്ന് വിൽക്കണ ഇതൊക്കെ. ഇപ്പൊ വൈക്കത്തഷ്ടമി ആയതുകൊണ്ട് നിങ്ങളെയും കൂടി, വൈക്കത്തഷ്ടമി അല്ല, അഷ്ടമി ദർശനം. അപ്പൊ അന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന്. ഇവിടെയൊക്കെ കടയാട്ടോ. ഈ ഷീറ്റ് ഇട്ടേക്കണല്ലേ കടയാണ്, പക്ഷെ രാത്രി തുറക്കാത്തയാണ്. നോക്കൂ ഗൈസ്, ഓരോരോ മോഹംമൂടികൾ കണ്ടില്ലേ ഗൈസ്. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി കൊണ്ടു വച്ചേക്കുവാ. ആരെങ്കിലും മേടിക്കുന്നു, പേടിപ്പിക്കുന്നു. അത് പീപ്പിയൊക്കെ ഉണ്ട്. നമ്മൾ വന്ന കാര്യത്തിൽ നമ്മൾ ഇതൊക്കെ കണ്ട മാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കൂ. ഉണ്ടല്ലേ ഇതുണ്ട് കടയാണ്. ഈ കാണുന്ന ആൾക്കാരൊന്നും അല്ല. വൈകുന്നേരം ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല ഗൈസ്. ബലൂണൊക്കെ അനാഥകളായിട്ട് കിടക്കുന്നു ഗൈസ്. കടകൾ എന്നെ കണ്ണ് തള്ളിക്കാൻ വേണ്ടി മുമ്പിലുണ്ട്. ഞാൻ നോക്കില്ല ഗൈസ്. പക്ഷെ എനിക്ക് ഈ ഐറ്റംസിനോട് അധികം താല്പര്യമില്ല. അതിലേക്ക് ഞാൻ നോക്കില്ല. ബുഷ്, ലിപ്സ്റ്റിക്ക്, പേന, പെൻസിൽ, അതൊക്കെയാണ് എൻ്റെ ഡേ. എന്തൊരു ഭംഗിയാണ്. ദൈവങ്ങളുടെ ഫോട്ടോ ആണ്. നോക്കുക ആ ഒരു പടങ്ങളും ആ ഒരു ഡിസൈൻ മാറിയിട്ട് ഓരോ ദൈവങ്ങളുടെ ഫോട്ടോസ് വരും കേട്ടോ. ഇവിടെ നമ്മൾ നടക്കുവാണ് ബസ്. ഞാൻ ചെരുപ്പ് നോക്കിയിട്ടില്ല. ഇപ്പൊ ആരെങ്കിലും എടുത്തോണ്ട് പോകും. അതുകൊണ്ടാണ് ഇത് നോക്ക്. എന്റെ മുന്നേ തല ഇറങ്ങണം. എന്തൊരു ഡിസൈനാണ് ഗൈസ്. നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു പടങ്ങൾ. അത് വരുന്നില്ല. എന്താണ് അതിൻ്റെ പൊക്കത്ത് ശിവനുണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്, പരുന്ത് പറക്കുന്നു. ഹായ് പരുന്ത്. ഈ പരുന്തിന്റെ പേരാണ് മിട്ടു. ഞാൻ ഇട്ടാണ് കേട്ടോ, മിട്ടു പരുന്ത്. തിരിച്ചെടുമ്പോൾ കാണാം. അഷ്ടമിയുടെ മെയിൻ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ പൂവില്ലേ, ജവന്തിപ്പൂ. എല്ലാവരും ജവന്തിപ്പൂ തല വെക്കാറില്ല. പക്ഷെ ഇവിടുത്തെ മെയിൻ സംഭവം ജവന്തിപ്പൂണ് ഗൈസ്. അപ്പൊ അതും നമ്മുടെ മെയിൻ സാധനമുണ്ട്. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് നമ്മുടെ ഈ ബോട്ട് മേടിച്ചിട്ട് കളിയാണ്. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ സംഭവം. അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വൈക്കത്തമ്പലം ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നല്ല അലങ്കാരങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്. ഇനി മണിക്കൂറുകൾക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇടയ്ക്ക് ഉറങ്ങിപ്പോകും ഗൈസ്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഉറങ്ങണേന് എണീപ്പിക്കും. നമ്മൾ ഓക്കെയാണ്. എനിക്കൊരു ക്ഷീണമില്ല. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി ബോറടിക്കുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പടം വരക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മണ്ണിട്ടിട്ട് ഇങ്ങനെ മണ്ണിടുന്നു. ഇതാണ് ഇവിടെ ഇനി ചെയ്യാവുന്ന ആകപ്പാടുള്ള കാര്യം. ഇനി നമ്മൾ 4:30 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് തൊഴാൻ വേണ്ടിയിട്ട് കയറാൻ പറ്റുമോ? അപ്പൊ ഇപ്പൊ സമയം 1 മണി എന്തോ ആവാറായി. അപ്പൊ ഇനി 4:30 വരെ ഇരിക്കണം.
അതൊരു വല്ലാത്ത മടുപ്പാണ് ഗൈസ്. എന്തേലൊക്കെ ചെയ്തോണ്ടിരിക്കാം. എങ്ങനെ കിടന്ന് ഉറങ്ങാനാണെങ്കിൽ. അയ്യോ ഗ്രില്ലാണ് തലയടക്കൂടി. അതാണ് അച്യുതൻ. ഒരു എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയുള്ള ഷർട്ടൊക്കെ കൊണ്ടുവന്നു. ആ തലയിൽ കാടായിരുന്നു, അത് വെട്ടാൻ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ എടുത്തു. അതാണ് അച്യുതൻ ഞങ്ങൾ കൊടുത്തു തന്നെയാണ്. ഇതൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഇനി പിന്നെ വരാം. നമ്മുടെ അച്യുതനാണ് അവിടെ നിന്ന്. അച്യുതൻ്റെ ആരും കൂടെ നമ്മളെ പിന്നെ വരാം. നമ്മുടെ വൈക്കത്തമ്പലത്തിലെ ഇത് വായിച്ചോക്കാം. ഓക്കെ കേൾക്കട്ടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വൈക്കത്തപ്പൻ ഹിന്ദുമത സംസ്കൃത വേദാന്ത ഞാൻ അവിടെ പോയിട്ടുണ്ട്. വേദാന്ത വിദ്യാലയം വൈക്കം മഹാദേവ ക്ഷേത്രം, അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നൊരു കാര്യം കാണിക്കാം. നമ്മൾ ഈ ലൈനിൽ കയറിയപ്പോൾ നമ്മൾ മാത്രം ഉണ്ടാകും. നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ 4:30 അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മുടെ അഷ്ടമി ദർശനം 1:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഭഗവാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് നോക്കൂ, ആനപ്പുറത്ത് നല്ല സന്തോഷമായി വരുവാണ്. അമ്പൊക്കെ ആയിട്ടാണ്. പരമാവധി ഞാൻ മിണ്ടുന്നില്ല. വോളിയം അല്ല, ആ ഒരു സൗണ്ട് കേൾക്കട്ടെ. പോലീസുകാർ തോട്ടം പിടിച്ചു പോകുന്നുണ്ടോ ഗൈസ്? ആനപ്പുറത്ത് പോവാണ്. നമ്മുടെ വൈക്കത്തപ്പനാണത്. അടുത്താണ് വരുന്നത്. 5 ആന ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക സൗണ്ടും ഭംഗിയാണ് കേട്ടോ. ഇത് അടുത്ത ആന വരുന്നു. 5 ആനയുണ്ട്. ഇപ്പൊ 3 ആന വന്നു. ഇപ്പൊ 4ാമത്തെ ആന 3ാമത്തെ ആനയുടെ പുറകെ വരുന്നുണ്ട്. ആനയുടെ കാലിൽ കണ്ടോ മണി, നല്ലൊരു സൗണ്ടാണ് കേട്ടോ. ചെലങ്ക കണ്ടോ ആനയുടെ കാലിൽ നല്ലൊരു സൗണ്ടാണ് കേട്ടോ. ഈ ചെലങ്ക ഇങ്ങനെ കിളുകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക വൈബാണ്. ഇതുവരെ എനിക്ക് ഉറക്കം അധികം തോന്നിയിട്ടില്ല, എന്നാലും പേപ്പർ ഇടുന്നു അതുകൊണ്ട് പോയിന് കുറച്ച് പേര് കേട്ട് വരാം. നല്ല
1 2 3 4 5 പേരുണ്ട്. അവിടെ ആനക്കുണ്ടന്മാര് പോവാണ്. 5 ആനയുണ്ട്. പിന്നെ കാലച്ചെലങ്ക കുറച്ചും പറഞ്ഞായിരുന്നു കൊടുത്തവർ. നല്ല ഒച്ചയാട്ടോ, നല്ല രസമാണ്. പിന്നെ ആദ്യം പറഞ്ഞ കേട്ടോന്ന് അറിഞ്ഞൂടാ, എന്നാലും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ അടുത്ത വരുമ്പോ പിന്നെ കണ്ടു. നമ്മുടെ ആന കരയുന്നു ഗൈസ്. എന്ത് പറ്റി അറിഞ്ഞൂടാ, പാവമുണ്ട്. വെള്ളം വരുന്നുണ്ടോ ഗൈസ്. പക്ഷെ ഏറ്റവും ഇതായിട്ടുള്ള അതിന്റെ പേര് നോക്കുക, സുധീഷ്. നല്ല പേര്, എനിക്കിടാൻ പറ്റിയ പേരാണ് ഗൈസ്. സുധീഷ് മോനെ, സുധീഷ് ദൈവമേ എന്താ വിളിക്കുക എനിക്കറിഞ്ഞൂടാ. സുധീഷ് ആനയെ, നല്ല ആന. അപ്പോൾ ഗൈസ് ഇപ്പം 3 ആനയുള്ളൂ. അപ്പോൾ ഭഗവാൻ പ്രദക്ഷിണം വെച്ചേക്കോ. അപ്പോൾ ഇതിപ്പോൾ ഭഗവാൻ ഇറക്കുവാണ്. ഇത് കണ്ടോ, ആനയുടെ പുറത്തുനിന്ന് ഇറക്കുക കേട്ടോ. പൊടി ഭയങ്കര ഇളക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ട് നോക്കണ്ട, എനിക്ക് പനിയായി ഗൈസ് ഇന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നല്ല ജലദോഷം തുമ്മലൊക്കെയുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വട്ടം ആനകൾ കുറഞ്ഞു വരുമായിരുന്നു. ഇപ്പം ഇറക്കി. അപ്പോൾ ഗൈസ് ആന തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇങ്ങനെ നേരെ പോയിട്ട് വീണ്ടും അതിലെ കൂടി തന്നെ ഇങ്ങോട്ട് പോകും, കറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെപ്പോഴും ഇവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ പൂക്കൾ ഈ അമ്പലത്തിൽ അലങ്കരിക്കാനുള്ള പൂക്കളാണ് കേട്ടോ. അപ്പോൾ അലങ്കരിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഇറങ്ങുമ്പോൾ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അതേ നോക്കാം, എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ മഞ്ഞയും ഓറഞ്ചും ഒക്കെ ഉണ്ട് കേട്ടോ. ബന്ധിപ്പൂവാണ് കേട്ടോ അതെല്ലാം. എന്നിട്ട് ഇടക്കിടക്ക് വയ്ക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ടായിരുന്നു അലങ്കരിച്ചത്. അത് ഞാൻ ഇറങ്ങുമ്പോൾ കാണിക്കാം. ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അവിടെ വന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ ഉറക്കം വന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി അവിടെ കിടന്ന്. ഇപ്പോഴാ ഒന്ന് വന്നത്. അടുക്കത്ത് തിരക്കാട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ തൊഴുതിട്ടൊക്കെ വരാതെ. ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, എനിക്ക് കുറേ നോട്ടീസ് കുറേ തന്നിട്ടോ, വാരിക്കോരി തന്നു ഗൈസ്. ഇതെന്താണ്, കലണ്ടർ ഉണ്ട്. ഇത് വേറെ കുറേ തന്നിട്ടുണ്ട്. ഇത് വേറെന്തോ ഒരു നോട്ടീസ്, രണ്ടും ഒന്ന് തന്നെ കുറേ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ പ്രസാദം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ പ്രസാദം. തൊടാത്തവരൊക്കെ തൊട്ടുണ്ട്. കാണിച്ച ഗൈസ്, ഇവിടെ ഒരു കാര്യം കാണിച്ചത്. ഞാൻ 4:44 ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഗൈസ്. അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇത് നോക്കൂ ഗൈസ്, ആന കിടക്കുന്നു. ഞാൻ ഒരു വൈക്കത്തമ്പലത്തിൽ വന്നപ്പോൾ ഒരു ദിവസം കാണിച്ചായിരുന്നു. അന്ന് കുളിപ്പിക്കുമായിരുന്നു. ഇന്ന് അവൻ കിടന്ന് ഉറങ്ങുവാണ് ഗൈസ്. അവൻ്റെ എല്ലാ പരിപാടികളും ഹോമങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഹായ്, നല്ല കൂർക്കം വലിക്കുന്നുണ്ട്. വെറുതെ ഇളകും ഇങ്ങനെ. ഞാൻ അതിന്റെ അടുത്തേക്ക് പോണില്ല ഗൈസ്. ആന കൂർക്കം വലിക്കാണ് ഗൈസ്. പാവത്താൻ എല്ലാം കഴിഞ്ഞിട്ട് വന്നുള്ളത്. ഇത് തുമ്പിക്കൈ ഒക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കണം. ഇവൻ കോമഡി ആട്ടോ. അവിടെ ഒരു ആനയുണ്ട്, അവൻ ഏറ്റു നിൽക്കുക കേട്ടോ. എനിക്ക് അതാണ്ട് ഇവിടെ വേറൊരു ആനയുണ്ട്, ഇതവിടെ വേറൊരു ആനയുണ്ട്. ഒരാനേനെ മാത്രം കാണാനില്ല. ഇവന്റെ പേരാണെന്ന് തോന്നുന്നത് സുധീഷ് എന്ന്. സുധീഷ്. ഹായ് സുധീഷ്. പേര് മാറിപ്പോയിട്ട് എന്നൊന്നും പറയരുത്. അയ്യോ, ഇപ്പൊ ഇവിടെ തട്ടി കളിച്ചിരുന്നു. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാട്ടോ. നമ്മളിനി ഫുഡ് കഴിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം കഴിക്കുന്നതായിരിക്കും. അപ്പൊ അതും കൂടി കാണിക്കാം. അപ്പൊ ഇവിടെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കുക ഗൈസ്. വെരി വെരി ബ്യൂട്ടിഫുൾ. നല്ല രസമുള്ള സ്ഥലം. ഇന്ന് മുതൽ ഏരിയയിലിട്ട് വരാൻ പറ്റില്ല. ഇന്നത്തോണ്ട് അഷ്ടമി തീരുവല്ലേ. ഇന്ന് രാവിലെ ആരും ഇങ്ങോട്ട് വരാം എന്ന് പ്രതീക്ഷിക്കണ്ട. ഒടുക്കത്തെ തിരക്കായിരിക്കും ഗൈസ്. നമ്മള് പെട്ടുപോകും. ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാണോ ഇവിടുന്ന് തൊഴുതിറങ്ങി ഇപ്പോഴത്തെ തിരക്ക് കണ്ടിട്ട് രാവിലത്തെ തിരക്ക് വരുമ്പോ ഗൈസ് പെട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്ന് എല്ലാവരും കൂടി തൊഴണം. പക്ഷെ ഈ വരുന്നവര് തന്നെ
രാവിലെ വീണ്ടും വരും ഗൈസ്. അതൊക്കെ അവരുടെ കാര്യം. അപ്പൊ നമ്മൾ അടുത്ത 5 ആന ഇവിടെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇത് കണ്ടോ, അലങ്കാരപ്പണി നടക്കുന്നതുണ്ടോ ഗൈസ്? നല്ല ഫ്രഷ് പൂവാണ്. ആ പൂ വെച്ച് ജമന്തി ഉണ്ട്, ബന്ദി ഉണ്ട്. അപ്പൊ അത് എല്ലാം കൂടി വെച്ച് നല്ല സൂപ്പറായിട്ട് അലങ്കരിക്കണുണ്ടോ ഗൈസ്? ഇതുണ്ടല്ലോ മറ്റേ നന്ദിയേശന്റെ ചെവിയിൽ കാര്യം പറയുന്നുണ്ടോ ഗൈസ്? ഇങ്ങനെ നമുക്കും പോയി പറയാം, എല്ലാവർക്കും പറയാം. അപ്പൊ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സാധിച്ചു കിട്ടും എന്നൊക്കെ പറയുന്നു. സാധിച്ചു കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ ഇത് കണ്ടില്ലേ ഗൈസ്, തെക്കേ നടയെന്നും പടിഞ്ഞാറ് നടയെന്നും എല്ലാ നടയെന്നും ക്യൂ ഉണ്ട് ഗൈസ്. എന്നാ തിരക്കാൻ നോക്കിയേ. അപ്പോൾ ഗൈസ് നമ്മൾ പടിഞ്ഞാറേ നടയിൽ കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതേ പൂ മേടിക്കാൻ പോവാണ്. ഇവിടുത്തെ തിരക്ക് കണ്ടോ ഗൈസ്? അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് പൂവുണ്ട്. ഞാൻ ഈ 2 ചേച്ചിമാരുടെ കയ്യിൽ നിന്നും പൂ മേടിച്ചു. കാരണം എൻ്റെ തല വെച്ചിരിക്കുന്നുണ്ട്, എൻ്റെ അമ്മ വെച്ചതന്നെയാണ് ഗൈസ്. അയ്യോ എന്നാ വെയിറ്റാന്ന് പറയുമോ തല വെച്ചിട്ട്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ നമ്മൾ മേടിക്കാണ്ട് അതിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇതൊരു കോലാണ്. അത് ഞാൻ മേടിച്ചു ഗൈസ്. അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സാധനം മേടിച്ചിട്ടോ, കുറച്ചധികം മേടിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ തലയിൽ ഇതേ പൂ വെച്ചിട്ട് ക്ലിപ്പ് കുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ക്ലിപ്പ് മേടിക്കണം. അപ്പോൾ ഇനി അതിന് വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. ഇവരൊക്കെ എപ്പോൾ കയറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കണ്ടോ, ഇവിടെ ഈ കടയൊക്കെ തുറന്നിട്ടില്ല കേട്ടോ, അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ കടയിൽ നിന്നാണ് ക്ലിപ്പ് മേടിക്കണേ. കണ്ടോ, അവിടുന്ന് അമ്മ എനിക്ക് ക്ലിപ്പ് മാത്രം മേടിച്ചു തന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ, കുറേ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടോ, കാറിൻ്റെ കളക്ഷൻസ് നോക്കൂ ഗൈസ്. ഇവിടെ ഒത്തിരി സാധനം ഉണ്ട് കേട്ടോ. അവിടെ പേപ്പർ സോപ്പൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അത് ഞാൻ കണ്ടില്ല, ഇല്ലായിരുന്നു മേടിച്ചേനെ. ഇതാണ് നമ്മൾ മേടിക്കുന്ന ക്ലിപ്പ്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നിൽക്കാൻ മേല ഗൈസ്. അതുകൊണ്ട് അമ്മ എന്നെ വേഗം അവിടെ നിന്ന് എടുത്തോണ്ട് പോയി. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരക്ക് ഉണ്ടോ ഗൈസ്? എടുത്തിട്ടുണ്ട്. അതൊക്കെ ഡബ് ചെയ്തായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ. ഞാനിപ്പോൾ ഇറങ്ങട്ടെ. ബൈ.